സമയം വളരെ അധികരിച്ചു പോയി. നമുക്ക് കാസർഗോഡ് എത്തണം. അസംസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കണം. അത് കഴിഞ്ഞ് 5 മണിക്ക് യോഗം തുടങ്ങണം. ഏറ്റവും ബഹുമാനമുള്ള സുൽത്താനും അടക്കമുള്ള മുഴുവൻ പണ്ഡിതന്മാർ, മുഷാവറ അംഗങ്ങൾ, സാദാത്യങ്ങൾ, ഉപനായകന്മാരായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ, പേരോട് മുസ്ലിം അടക്കമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ആദ്യം കാസർഗോഡാണ് എന്ന് നിശ്ചയിക്കുകയും പിന്നീട് തലപ്പാടിയിലാണ് എന്ന് നിശ്ചയിക്കുകയും അൽഹംദുലില്ലാഹ് അവസാനം മഹാനായ സയ്യിദ് മദീനി തങ്ങളുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്തും മഹാനായ താജുൽ ഉലമ ഭൂമിയിൽ വെച്ച് തന്നെ താജുൽ ഉലമയുടെ ജീവിതത്തിൻ്റെ 90% നേതൃത്വം നൽകി പ്രവർത്തിച്ച കർമ്മഭൂമിയിൽ വെച്ചു. ഇത് ഉദ്ഘാടനം ചെയ്യാൻ, ഇത് പതാക കൈമാറാൻ സാധിച്ചതിൽ അൽഹംദുലില്ലാഹ് നമുക്കെല്ലാവർക്കും അള്ളാഹുവിനെ സ്തുതിക്കാം. ഇവിടെ കാണുമ്പോൾ AP ഉസ്താദിൻ്റെ ഒരു കർണാടക യാത്രയുടെ പതാക കൈമാറലാണോ എന്ന് തോന്നിപ്പോകുന്നു. അത്രയും അധികം ഇവിടെയുള്ളത് എൻ്റെ കണക്കിൽ 90% കർണാടകക്കാർ തന്നെ. മലയാളക്കാരെല്ലാം ഇൻഷാ അല്ലാഹ് അവർ ചെറുക്കളിൽ ഒരുമിച്ചു പോകും. ഒരു പേടിയില്ല. മഹാനായ താജുൽ ഉലമയുടെ അതുപോലെ കുറത്ത് കോയമ്പത്തങ്ങൾ അവരൊക്കെ മരണപ്പെട്ടു. അവരുടെ ആ ഒരാത്മീയമായ സഹകരണം നമ്മളുണ്ടാകും. ഹയാത്തുള്ള സയ്യിദ്മാരുണ്ട്, മഹാനായ ബിച്ചുക്കോയത്തങ്ങൾ, മസൂദങ്ങൾ, എല്ലാവരുമുണ്ട്. എല്ലാവരും സഹകരണമുണ്ട്. ഒരു സംഭവം മാത്രം ഉണർത്തി ഞാൻ നിർത്തുകയാണ്. നമ്മളുടെ എറണാകുളം സമ്മേളനത്തിൻ്റെ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും സിയാറത്തിന് പോയി വന്ന് സിയാറത്തിന് പോയി ഞാനും നമ്മളെ പെണ്ണുങ്ങളും എൻ്റെ മകളെ കുട്ടിയും ഭീമാപ്പള്ളിന് തുടങ്ങിയത് സിയാറത്ത്. വന്ന് മകരുവാകുമ്പോൾ കോഴിക്കോടെത്തി. കാലിക്കറ്റ് ടവറിൽ റൂം ബുക്ക് ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി. ജമാഅത്ത് കഴിഞ്ഞു നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ മഹാനായ സുൽത്താനുൽ ഉലമയും മഹാനായ തങ്ങൾ അവേരത്തെ സയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദൽ തങ്ങളും അവിടെയുണ്ട്. ഇവർ രണ്ടാമത് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ എന്നോട് സുൽത്താനുൽമയോ അഹ്ദൽ തങ്ങളോ അവേൽ തങ്ങളൊന്നും അറിയില്ല. തങ്ങൾ വരുന്നുണ്ടോ എവിടത്തേക്ക്? ഞങ്ങൾ CM വലിയുള്ളതിൻ്റെ അടുത്ത് പോവുകയാണ്, CMൻ്റെ അടുത്ത് പോവുകയാണ്. അത് സന്തോഷമായി, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ പോയപ്പോൾ എറണാകുളം സമ്മേളനത്തിൻ്റെ കാര്യം ഇപ്പോൾ സന്തോഷത്തോടെ ചോദിക്കുന്നു, എന്തായി എറണാകുളം സമ്മേളനത്തിനും? അതൊക്കെ നന്നായി, അത് വിജയിക്കും, നന്നായി നടത്തണം, ഞാനവിടെ ഉണ്ടാകും. ഇത് ഞാൻ തന്നെയാണ് സാക്ഷി, ഇത് റിവായത്തൊന്നുമല്ല. അതുപോലെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു താജുൽ ഉലമ നമ്മളെ കൂടെ ഉണ്ടാകും. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മളുടെ പരിപാടി അവസാനിക്കുന്നത് വരെയും ദുനിയാവിലും ആഖിറത്തിലും സ്വർഗത്തിലും താജുൽ ഉലമയുടെ കൂടെ അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടിയതാണ്. അതുകൊണ്ട് നമുക്കിതിൽ വലിയ അഹങ്കാരമില്ല, അതല്ലെങ്കിൽ കിബറില്ല, അല്ലെങ്കിൽ ആരെയും ധരിപ്പിക്കാനോ ആരെങ്കിലും ഭീഷണിപ്പെടുത്താനോ അല്ല. അതേ സമയത്ത്
സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി വളർത്തുകയും അതുപോലെ തന്നെ മാനവ ഐക്യം നമുക്കറിയാം, എല്ലാ സമുദായങ്ങളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ ഭാഷയും എല്ലാ ആചാരങ്ങളുമുള്ളൊരു ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായ ഒരു പ്രമേയമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള സ്നേഹത്തിൻ്റെ പ്രമേയം. ഇൻഷാ അല്ലാഹ് പുതിയ വർഷത്തിലാണ് നാം, 1-ാം തീയതിയാണ്. ഈ കൊല്ലം മുഴുവനും ഇതിനടുത്ത കൊല്ലവും നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തിയിൽ മുന്നോട്ട് പോകും. അള്ളാഹു ശക്തിപ്പെടുത്തുകയും ഇന്ത്യ രാജ്യത്തും കർണാടകയിലും കേരളത്തിലും എല്ലാ സ്റ്റേറ്റുകളിലും മതസൗഹാർദ്ദത്തിന് സുന്ദരമായ അന്തരീക്ഷവും ശോഭനമായ നല്ല ഭാവിയും അള്ളാഹു നിലനിർത്തട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കാസർഗോഡ് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.